ഭാവത്തിൻ ഭാവമാനാഥൻ ക്രൂശിതനേ. നമസ്കാരം. കാട്ടാക്കടയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കാട്ടാക്കടയിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും പോകുന്ന ലക്ഷണമില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരന്മാരുടെ ഒരു നാടാണ് കാട്ടാക്കട. ഇപ്പോൾ അതാ വേറൊരു ഗംഭീരൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. കാട്ടാക്കട MG ബാലേഷ്. സംഗീത പ്രേമികൾക്ക് ഈ പേര് മറന്നുകൊണ്ട് സംഗീതത്തെ ആസ്വദിക്കാൻ കഴിയില്ല. സംഗീത ലോകത്ത് വിഹരിക്കാനും കഴിയില്ല. അങ്ങനെ കാട്ടാക്കടയുടെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കലാകാരനുമല്ല, വർഷങ്ങളുടെ സംഗീത പാരമ്പര്യമുള്ള പല ചരിത്രങ്ങളും തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു കലാകാരൻ, ഒരു സംഗീതജ്ഞൻ. അതാണ് പേര്. വണക്കങ്ങൾ. ആള് ഒരു കുഞ്ഞു മനുഷ്യനാണ്, വിനയാന്വിതനാണ്. എപ്പോഴും അയ്യോ ഇന്ന് വയ്യ, നമുക്ക് പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം ഒഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇന്ന് പിടിയാൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അതെ ഒരു കുഞ്ഞു മനുഷ്യൻ. പക്ഷെ ഇത് നിറച്ച് സംഗീതമാണ്. ഇത് എവിടെ തൊട്ടാലും സംഗീതം വരും. സപ്തസ്വരങ്ങളാണ് ശരീരം മുഴുക്കുള്ളത്. ചേട്ടാ സ്വാഗതം. ഞാനിങ്ങനെ കേരളത്തിന്റെ അങ്ങേറ്റം പോലുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാട്ടാക്കട വരുമ്പോഴത്തേക്ക് എനിക്ക് മൈക്കിളേട്ടനെ നമ്മൾ കണ്ടതുപോലെ എനിക്ക് ബാലേഷ് ചേട്ടനെ കാണാതെ പോകാൻ പറ്റുന്നില്ല. ഈ സംഗീത ജീവിതം ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? ഇപ്പോഴും എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ ഇപ്പോഴും 0+1 നിൽക്കുകയാണ്. അത് പിന്നെയാണ് 0+1 നിൽക്കുകയാണ്. ചിലര് പറയാറുണ്ട് ഞാൻ 0 തുടങ്ങിയത്. ഇപ്പോഴും അവിടെ തന്നെ എന്ന് പറയുന്നത് ഒന്നിലെത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ അത് വിനയം കൊണ്ടാണ് പറയുന്നത്. ഈ ഇപ്പൊ പിന്നെ ഡിവോഷണൽ ആൽബങ്ങളുടെ ഒരു മേഖലയിൽ കൂടുതൽ കൈകടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഏറ്റവും കൂടുതൽ ഡിവോഷണൽ സോങ്സ് ചെയ്തത് ഞാനായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. അതിനപ്പുറം ഉണ്ടാവട്ടെ. പക്ഷെ എങ്കിലും നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അത് കൈയും കണക്കില്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തില് ആരാണ് സംഗീതമായിട്ട് ബന്ധമുണ്ട്? അല്ല, കുടുംബത്തില് എൻ്റെ അപ്പൻ തൊട്ട് താഴോട്ട് എല്ലാവരും സംഗീതജ്ഞനായിരുന്നു. അപ്പൻ സംഗീതം ഉണ്ടായിരുന്നു? അല്ല, അപ്പൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതെനിക്കറിയില്ല. അപ്പൻ സംഗീതം അദ്ദേഹം ഫ്ലൂട്ട് വാദകനായിരുന്നു. പിന്നെ ഫ്ലൂട്ട് ഉണ്ടാക്കി വായിക്കുമായിരുന്നു. ഓടക്കുഴൽ ഉണ്ടാക്കി വായിക്കുമായിരുന്നു. പക്ഷെ അതിന് ജ്ഞാനം കിട്ടിയത് എനിക്കല്ല. എൻ്റെ അനിയൻ മരിച്ചുപോയ രമേഷ് എന്ന് പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്. നല്ല ഓടക്കുഴൽ വാദകനായിരുന്നു. അത് ഉണ്ടാക്കുമായിരുന്നു. ചെയ്യുന്നു. ഇന്ന് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പല പാട്ടുകളുടെ ഓടക്കുഴൽ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഫ്ലൂട്ടിസ്റ്റ് രമേഷായിരുന്നു. ഇപ്പോ ജീവിതത്തിൽ ഇനി ഉണ്ടല്ലോ, ഇനി മുന്നോട്ട് സംഗീത യാത്ര തുടരുകയാണ്. ഒരു ലക്ഷ്യം, ഒരാഗ്രഹം. ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആരും പ്രതീക്ഷിക്കാത്ത പക്ഷെ പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷ്യമാണ് മനസ്സിലുള്ളത്. 1000 സിംഗേഴ്സിനെ വെച്ചിട്ട് ഒരു സോങ്, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യും. അതാണ് മനസ്സിലെ അടുത്ത ആഗ്രഹം. ഒന്നും വേണ്ട. അതിനുള്ള പാട്ടുണ്ടോ? ഉണ്ട്. സംഭവിക്കട്ടെ, അങ്ങനെ സാധിക്കട്ടെ. അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട്. പൂച്ചൽ ഖാദർ പുരസ്കാരത്തിന് പ്രഥമ പുരസ്കാരം വന്നിരിക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ ആ പുരസ്കാരങ്ങൾ കിട്ടിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, ആ പുരസ്കാരങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഊർജത്തെക്കുറിച്ച് പറഞ്ഞാൽ. പുരസ്കാരങ്ങൾ പലപ്പോഴും പ്രചോദനങ്ങളുടെ ഭാവമായിട്ടാണ്. ചോദിച്ച് പെൻഷൻ കൊടുത്ത് വാങ്ങണമല്ല. പുരസ്കാരം നമ്മളെ തേടി വരണം. ഈ തേടി വരാത്ത ഒരാളാണ് ഞാൻ. വലുതായിട്ടൊന്നും തേടി വന്നിട്ടില്ല, പക്ഷെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂച്ചൽ ഖാദർ പുരസ്കാരം ഞാൻ തേടി വന്നതാണ്. അത് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. ഇപ്പോൾ ചിത്രയെ വെച്ച് ഒരു പാട്ട് പാടിപ്പിക്കണമെങ്കിൽ ചിത്ര തേടി വന്നതല്ല, യേശുദാസ് റെക്കമെൻഡ് ചെയ്തതിനു ശേഷമാണ്. റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. ആരുടെ? യേശുദാസിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. 1989 ചിത്ര പാടേണ്ടിയിരുന്നത്. പക്ഷേ ആ സോങ് പാടേണ്ട ചിത്ര അല്ലായിരുന്നു, എസ് ജാനകി ആയിരുന്നു. പക്ഷെ അന്ന് അവർക്ക് സുഖമില്ല, എനക്ക് കൊഞ്ചം വറുത്തവർക്ക് എന്നൊക്കെ തമിഴിൽ. എനിക്ക് കുഞ്ഞ് സംസാരിക്കാൻ അറിയാമെങ്കിലേ ഉള്ളൂ, എഴുതാൻ അറിയില്ല. 2 മാസം തള്ളി നമുക്ക് പാടலாம்.
നമ്മൾ രണ്ട് തള്ളി പാടാൻ പറ്റില്ല, ഞാൻ തള്ളി പോകും. അതുകൊണ്ട് അപ്പോൾ ദാസേട്ടൻ ഞാൻ ദാസേട്ടൻ്റെ ഫോണിലാണ് ഞാൻ വിളിക്കണേ. ഇവരെ ജാനകി താഴെ ഒരാൾ ഇരിപ്പുണ്ട്, ചിത്ര എന്നാണ് പേര്. ചിത്രയും ഞാനും ഒരേ സമയത്താണ് പഠിക്കണമെന്നുള്ള കാര്യം ആർക്കറിയില്ല, ദാസാറിനറിയില്ല. ചിത്ര അന്ന് വിമൻസ് കോളേജിലും ഞാൻ മ്യൂസിക് കോളേജിലും. ഞാൻ മ്യൂസിക് കോളേജിൽ റാങ്കോടെ പാസ്സായ ഒരുത്തനാണ്. പക്ഷെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പം ചോദിക്കും, ഒരു അഹങ്കാരമല്ലേ എന്ന് ചോദിക്കാം. ഒരു ജോലിക്കല്ലേ ഒരാൾ പഠിക്കുന്നത്. പക്ഷേ ഞാൻ ജോലിക്കല്ല സംഗീതം പഠിച്ചത്. ജോലി ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം, പക്ഷേ സംഗീതം ഞാൻ പഠിച്ചത് ജോലിക്കല്ല. ഞാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയൊന്നും ഹൈലി ഫീസ് വാങ്ങിയല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചാൽ അവന് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. ഏതായാലും ഈ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ചേട്ടൻ്റെ സംഗീതയാത്ര തുടരട്ടെ. ഈ 1000 ഗായകരെ വെച്ചൊരു ഗാനം ഞങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങ് ചെയ്ത ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി കൊടുക്കണം. അത് ചോദിക്കുക, എവള് ജനിക്കുന്നതിന് മുമ്പേ അമ്മ ജനിക്കുന്നതിന് മുമ്പേ ചെയ്ത ആളാണ് ആര്? അതെ, ചോദിക്കണം അങ്ങ് ചെയ്ത ഏറ്റവും നല്ല പാട്ട് ഏതാണ്. പറയരുത്, ചോദിക്കരുത്. എനിക്ക് പറയാനുള്ള മറുപടിയും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ നക്കിരട്ട പയ്യന്മാരോട് വിളിച്ചോണ്ട് പോവാ. എൻ്റെ ചോദ്യം ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ചോദിച്ചാൽ മറുപടി വേറെ വരും. ഞാൻ ആൾ ഇരിക്കുന്ന പോലൊന്നും അല്ല. ശരി, ഇരിക്കുമ്പോൾ സൗമ്യനും വിനയനാന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വയലൻ്റ് ആയ പിടിച്ചാൽ കിട്ടത്തില്ല. വയലൻ്റ് ആവും നമ്മൾ. പക്ഷെ വയലൻ്റ് ആയാലും ആ വയലൻ്റ് ഒരു പിടിയുണ്ട് നമ്മളല്ലേ. വയലൻ്റിലൊരു പിടിയുണ്ട്. പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി സ്വാമിയുടെ കാര്യം പറഞ്ഞത്, കവരാമാഷ് ഇങ്ങനെയുള്ള ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച സംഗീതത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുൻപേ ആ പാട്ട് ചെയ്ത ആളാണ് ദേവരാം മാഷ്. അത് പാടിയതാരാണ് താങ്കൾക്കറിയാം? ഹു ഇസ് ദാറ്റ്? നോ, അല്ല. അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അത് നമ്മളെ രാജ്മോഹൻ എന്ന് പറയുന്ന ഒരു കീബോർഡിസ്റ്റ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഇല്ല, പാടിയത് ആരോഗ്യഷാറ്. ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ, ഈശ്വരൻ ജനിക്കും മുൻപേ, പ്രകൃതിയും ഭാനനിന്. ഈ സാധനം ഇത് യേശുദാസ് പറഞ്ഞത് എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയില്ലായിരുന്നു. ആ പാട്ട് ഇതിഹാസങ്ങൾ ജനിക്കുന്നുണ്ട്. യേശുദാസിന് അന്ന് സുഖമില്ലായിരുന്നു, പാടാൻ പറ്റിയില്ല. അങ്ങനെയാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോണം. ഞങ്ങൾ ചേട്ടൻ പറയുന്നത് ശരിയാവാതിരിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ. ശ്രീകാന്ത് അദ്ദേഹം പാടേണ്ടതാണ്. ദാസാറ് പാടിയെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു തലത്തിൽ പോകുമായിരുന്നു. പക്ഷേ ശ്രീകാന്ത് പാടിയണതിൻ്റെ ശരി. ദേവരായ മാഷ് പറയണമെങ്കിൽ ഈ പുതിയ കാലത്തിൽ മനസ്സിൽ സ്പർശിച്ച പാട്ട്? മനസ്സിൽ സ്പർശിക്കുന്നില്ല പല പാട്ടുകളും സ്പർശിക്കുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടോ? എന്നാലും സ്പർശിക്കുന്നില്ല എന്നുള്ള സത്യം. എന്നാലും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇല്ല. ഏതെങ്കിലും ഒരു പാട്ട് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ അതിന് മുൻ വർഷങ്ങളിലോ ഇറങ്ങിയ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ ഇല്ല. അവസാനം മരിക്കുന്ന നമ്മുടെ ജോൺസൺ മാഷ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണെങ്കിലും ഉണ്ടോ എന്ന്. ജോൺസൺ മാഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട്? ഒരുപാട് പാട്ട് മെലഡീസ് തന്നെ. പുള്ളി അതല്ലേ ചെയ്തല്ലേ. പുള്ളി ചുമ്മാ ചക്കാപൊക്കാന്നും ചെയ്തിട്ടില്ലല്ലോ. മെലഡീസേ പുള്ളി ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഗന്ധർവൻ അല്ലേ, എത്ര പാട്ടുണ്ട്. എന്നെ വളരെ കൃത്യമായിട്ട്
എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഏക മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷ് സത്യം പറയാറുണ്ടല്ലേ? പുള്ളി അങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞ എനിക്ക് ഇല്ലാന്ന്. അയ്യോ, ജോൺസൺ മാഷ് പറഞ്ഞത് നിങ്ങളും പറഞ്ഞത്. എന്നെ കാണാനൊന്നുമില്ല. ഈ താടിയാണ് ഇഷ്ടപ്പെട്ടത്. ഈ താടി ചില്ലറ താടി എങ്ങനെ കൃത്യമായിട്ട് അവിടെ വെച്ചിരിക്കുന്നു? ഇല്ല, അത് ദൈവം തന്ന മുഖം. അതിനകത്തുനിന്ന് ഞാൻ വെച്ചേക്കണമല്ല. വരുന്നു പോകുന്നു, ചിലപ്പോൾ നാളെ 2 രൂപ ബ്ലൈഡിൽ തീരും. പിന്നെ SS ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റുഡിയോ നമ്മളെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു. മെയിൻ സ്റ്റുഡിയോയിൽ എൻ്റെ ഫ്ലക്സ് ഞാനല്ല വെച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മൂട്ടിലിരുന്ന് പുള്ളി ഗിറ്റാർ വായിച്ച് പിള്ളേരെ പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷിൻ്റെ അവസാനത്തെ റെക്കോർഡിങ്ങാണ്. ചിത്രയാണ് പാടുന്നത്, ഒരു കൃഷ്ണൻ റെക്കോർഡിങ്ങാണ്. അന്ന് പന്തളം ബാലൻ, ജോസാഗർ, നമ്മളെ അനിൽ എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ അനിൽ. അപ്പോൾ എനിക്ക് റെക്കോർഡിങ് മുകളിലത്തെ സ്റ്റുഡിയോയിലാണ്, താഴെയാണ് ജോൺസൺ മാഷ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഒരു സിത്താർഷിനെ കാണണം. അപ്പം താഴെ ഇറങ്ങി ചെന്നപ്പോൾ കാണാം ജോൺസൺ മാഷ് ഇരുന്ന്, ചിത്ര എല്ലാവരും ഉണ്ട്. അപ്പം പന്തളം ബാലൻ പറഞ്ഞ് മ്യൂസിക് ഡയറക്ടർ MG ബാലേഷാണ്. പുള്ളി എന്നെ നോക്കി. അപ്പോൾ അവിടെ എൻ്റെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് അത് ഒന്ന് നോക്കി. അത് നോക്കി. അയ്യോ, അതിനകത്ത് കാണാം എന്തൊരു ഗ്ലാമർ, എന്തൊരു ഗ്ലാമർ, ഇത് അതല്ലല്ലോ നിൽക്കണത് എന്ന് ജോൺസൺ മാഷ് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗ്ലാമർ നോക്കണ്ട, എൻ്റെ മനസ്സിൽ നിന്ന് എന്ത് വരുന്നു എന്ന് നോക്കിയാൽ മതി. ഗിറ്റാറിൽ 4 അടി അടിച്ചിട്ട് അപ്പാന്ന് പറഞ്ഞ് 4 അടി അടിച്ച് ചിരിച്ച് കയ്യിൽ തന്നു. ഗ്ലാമർ നല്ല കാര്യം. എന്തോന്ന് ഗ്ലാമർ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ സൃഷ്ടികൾ, അതാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇത് സൗന്ദര്യമാണ്. താങ്കൾ പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ്. നമ്മളെ സൃഷ്ടികൾ, നമ്മളെ ചിന്തകൾ, അത് എങ്ങനെ ബാക്കിയുള്ളവരിൽ കൊണ്ടുവന്ന് എത്തിപ്പിക്കാം, അതാണ് സ്വാധീനം ചെലുത്തുക. സ്വാധീനം. ഇപ്പം നമുക്ക് MDയുടെ ഞാൻ ഇന്നും MD ഒരു സിനിമ ഞാൻ കണ്ടു. എങ്ങനെയാണ് അങ്ങനെ ഡിലാക്സ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്? ചിലപ്പോൾ പലരും കുറ്റം പറയാറുണ്ടായിരിക്കും, അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമായിരിക്കും. അതിലൊന്നും കാര്യമില്ല. ആരൊക്കെ പാടിയിട്ടുണ്ട് ചേട്ടൻ്റെ? പാടാത്തതെന്ന് ചോദിക്കുന്നതാണ് നല്ലത്. അതല്ല, പാടിയത് ഇന്ത്യയിൽ ഏകദേശം. കാരണം എനിക്ക് ഏറ്റവും എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിനകത്ത് യേശുദാസിനെ ഞാൻ പാടിപ്പിച്ചു. 17 വയസ്സിൽ. 17 വയസ്സിൽ നമുക്ക് ഒരു മുളച്ച് വരുന്നേ ഉള്ളൂ. അത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ദാസാറിനെ ഞാൻ പാടിപ്പിച്ചു. അന്ന് അദ്ദേഹം പാടാൻ തയ്യാറായി. പിള്ളേരുടെ പാട്ടൊന്നും ഞാൻ പാടത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. ഇല്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരാളൊന്നുമല്ല. അല്ല, ഞാൻ ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു യേശു അങ്ങനെ ഒരാളൊന്നുമല്ല. സംഗീതം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും. പക്ഷെ എനിക്ക് അടിയിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം, അക്ഷരസ്ഫുടത എന്താണ് എന്ന് നമ്മൾ കേരളക്കാർ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അന്നത്തെ ഗായകർക്കെല്ലാം പൊതുവെ. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ എത്ര വ്യക്തത, ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഓരോ അക്ഷരങ്ങളും പറയുന്നത്. ഇവരൊക്കെ പാടുമ്പോൾ കൊടുക്കുന്ന ഭാവങ്ങൾ, ആ ഭാവങ്ങളിലേക്ക് വരണമെങ്കിൽ ആ വ്യക്തത ഉണ്ടാവുന്നുണ്ട്. ഭാവങ്ങൾ എന്ന് പറയുന്നത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാവങ്ങൾ വരുന്നത്. ഭാവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്താണ്, ആ സബ്ജക്റ്റിൽ നിന്നാണ് ഭാവം ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു പാട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ, പാടാൻ, പിടിക്കാൻ, കൊടുക്കാം. എന്താണ് സബ്ജക്റ്റ്, അത് മനസ്സിലാക്കാനുള്ളൊരു ഹൃദയം മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ഈ ഹൃദയത്തിൽ അതുണ്ടല്ലോ. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. തൽക്കാലം ഉണ്ടെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നു. തൽക്കാലം അല്പമൊക്കെ ഉണ്ട്. അത് ബാക്കിയുള്ളവരും കൂടെ അംഗീകരിക്കണമല്ലോ. ഫ്രീ ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നു? ഫ്രീ ടൈമിൽ പലതും ആലോചനയാണ്. ആലോചന മാത്രമേ ഉള്ളൂ. എന്നെ എന്തുകൊണ്ട് എന്നുള്ളൊരു ആലോചന. വൈ നോട്ട് എന്ന്. ഇവിടെ കമ്പനികളൊന്നുമില്ലേ? കൂട്ടുകാരൊന്നുമില്ലേ? കൂട്ടുകാർ നമ്മളെ ക്യാമറമാൻ കിഷോർ, അങ്ങനെയൊക്കെ. അയ്യോ, കിഷോറാണോ കൂട്ടുകാർ? അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അജിത്തും എല്ലാം പറ്റിയ കൂട്ടുകാരാണല്ലോ. ബോധത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ?
അല്ല, ബോധത്തിലേ സംസാരിക്കും അവരല്ല. ഈ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ബോധം നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകാരാണ്. അതാണ് ചോദിച്ചത്. ഒരിക്കലല്ല. അപ്പോൾ അത് പറയുമ്പോഴാണ് അക്കോർഡിയൻ വായിക്കുന്ന കേരളത്തിൽ ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാളാണ്. അല്ല, അക്കോർഡിയൻ വായിക്കുന്ന ഏകദേശം 3 പേര് ട്രിവാൻഡ്രം ജില്ലയിലുണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പേര് മരിച്ചുപോയി. ഇപ്പം ജീവിച്ചിരിക്കുന്നത് തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. അക്കോർഡിയൻ ഉണ്ടോ എപ്പോഴും? അക്കോർഡിയൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രയോഗിച്ച് നോക്കാറുണ്ടോ? ഇല്ല, പ്രയോഗിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ പ്രയോജനം ഇല്ല ഗാനമേള ഫീൽഡിൽ. അല്ല, കാരണം എല്ലാം ഫീഡിങ് ആണ്. അതന്നെ എല്ലാം. എന്നാലും അതിൻ്റെ സ്ട്രിങ്സ് എല്ലാം റെഡിയാണോ? റെഡിയാണ്. വർക്കിലാണ്, വർക്കിങ്ങിലാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ ഒരു 100 പേരെ ഒരുമിച്ച് ചേർത്തൊരു പാട്ട് പാടിച്ചു. ഒരുമിച്ച് നിർത്തി ഞാൻ പാടിപ്പിച്ചില്ല, അത് ചുമ്മാ പറയണതാണ്. ഇല്ല, 100 പേര് പാടി, പക്ഷെ അതിന് ഒരുമിച്ചല്ല. ഇല്ല, ഞാൻ കള്ളം പറഞ്ഞ കാര്യം എനിക്കില്ലല്ലോ. അപ്പോൾ 100 പേര് പാടിയെങ്കിലും അത് റെക്കോർഡ് ചെയ്തത് 1.5 വർഷം കൊണ്ടാണ്. 1.5 വർഷം കൊണ്ടാണ് പാടിപ്പിച്ചത് ഒരു പാട്ട്. കാരണം ഒരു കുഞ്ഞ് സ്റ്റുഡിയോക്കകത്ത് ഒരു സമയത്ത് ഒരു 6 പേരെ നമുക്ക് നിർത്തി പാടിപ്പിക്കാൻ പറ്റും. അപ്പം പിന്നെ ഞാൻ 100 പേരെ ഒരുമിച്ച് പാടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മഹാ കള്ളമല്ലേ? അവിശ്വസനീയമെന്ന് പറയും. കുടുംബം ഭാര്യ പാടുമോ? അദ്ദേഹം പാടും. എൻ്റെ ചില കാസറ്റിലൊക്കെ കോറസ് പാടിയിട്ടുണ്ട്. പക്ഷെ അവളെ എനിക്ക് അങ്ങ് അപ്പുറത്താക്കാമായിരുന്നു. പക്ഷെ അതിനോടുള്ള ഒരു താല്പര്യമൊന്നും എനിക്കില്ല. അങ്ങനെ വേണമല്ലോ, വരണ്ടേ കേസ്. മക്കൾ? ഓ, പുള്ളി ഒരു മോനേ ഉള്ളൂ. പുള്ളിക്ക് 18ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. മുംബൈയിലായിരുന്നു. ആ പുള്ളി പുറത്താണ്. പുള്ളി ഇപ്പോൾ ഫുട്ബോളിൻ്റെ കോച്ച്മാനാണ്. 2 ലെവലിലാണ്. ഒന്ന് കല, ഒന്ന് കായികം. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കലാപാരമ്പര്യത്തിലേക്ക് അങ്ങനെ നമ്മുടെ പാരമ്പര്യം തുടരുന്നത് തൽക്കാലം ആരുമില്ല എന്ന് വേണം വിചാരിക്കും. ഇല്ല, എൻ്റെ വീട് കംപ്ലീറ്റ് കലാരംഗമാണ്. എൻ്റെ ആൻറ്റി, സഹോദരങ്ങൾ, അപ്പുറത്ത് താമസിക്കുന്ന ആൻറ്റി മ്യൂസിക് എമ്മയാണ്. അടുത്ത പിന്നെ ശിക്ഷകണങ്ങൾ ആവശ്യമുണ്ട്. ശിക്ഷകണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംമാതിരി. പക്ഷെ ഞാൻ തൊട്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ഇപ്പം ഞാൻ തൊട്ടേ ഞാൻ രക്ഷപ്പെട്ടു. സംഗീത രംഗത്ത് ഞാൻ ഒരു സംഭവം അയച്ചു തൊട്ടാ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ തൊടില്ല. കാരണം താങ്കൾക്ക് സംഗീതമായിട്ട് വളരെ ബന്ധം ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കണം. താങ്കളുടെ സംസാരവും രീതികളും ഈ സജ്ജന സമ്പർക്കം കൊണ്ട് കിട്ടിയതാണ്. ഇതുപോലുള്ള സംസർഗങ്ങളാണ് എന്നെ ഈ സംഗീതമായിട്ട് ബന്ധമുള്ള ആളുകളുടെ സംസർഗമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നു. ഇത്ര പേരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് ഇപ്പോൾ തിങ്കളാഴ്ച എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്. നമ്മൾ അർജുന മാസ്റ്ററുടെ മകനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അനിയൻ പറഞ്ഞു. അപ്പോഴും സംഗീതമായിട്ട് ബന്ധമായി. അനിയെ ഞാൻ ഇന്ന് വിളിച്ചിരുന്നു. അനിക്കാണ് ഇപ്പോഴത്തെ നാടകത്തിൻ്റെ അവാർഡ് പുള്ളിക്കാണ്. അപ്പോൾ എനിക്ക് റെക്കോർഡിങ് അവിടെയുണ്ട്. തിരഞ്ഞു ഞാൻ സ്നേഹത്തെ എന്നന്വേഷിച്ചു, എന്താ ലഭിക്കുമെന്ന് മോഹിച്ചു. എന്താണ് സ്നേഹം എന്നന്വേഷിച്ചു, എങ്ങോ ലഭിക്കുമെന്ന് മോഹിച്ചു. ആരാണ് സ്നേഹം പകരാൻ വരുമെന്ന് എന്നെ തേടി വന്ന സ്നേഹം, എന്നെ മാർവിലേറ്റി സ്നേഹം. തിരഞ്ഞു ഞാൻ സ്നേഹത്തെ, വലഞ്ഞു ഞാൻ ലോകത്തിൽ. കണ്ടെത്തി ഞാൻ കാൽവരിയിൽ സ്നേഹത്തിൻ ഭാവമാം നാഥൻ. തിരഞ്ഞു ഞാൻ